നമ്മളിന്ന് ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്. ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഒരു വൈറ്റ് ഷോളും പിന്നെ ഒരു പീകോക്ക് ബ്ലൂ ടോപ്പുമാണ്. അപ്പോൾ നമുക്കിന്ന് ഡ്രസ്സ് എടുക്കാനായിട്ട് പോവാം. പെരുന്നാളിനുള്ള ഡ്രസ്സ് എടുക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം എങ്ങനെയുണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ്? സൂപ്പർ അല്ലേ? പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു വാച്ച് മാത്രമേ പെയർ ചെയ്യുന്നുള്ളൂ. ഹായ് എവ്രി വൺ, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് ഷിറിൽ. ഇന്ന് നമ്മൾ ഫാമിലി ഒത്ത് ഒരു ഈദ് ഷോപ്പിങ്ങിനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈദ് ഷോപ്പിംഗ് ബ്ലോഗിലേക്ക് പോയാലോ. ഇന്ന് നമുക്ക് ഡ്രസ്സ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ബ്രോ ആണ്. എല്ലാവർക്കുമുള്ള ഡ്രസ്സ് ബ്രോയുടെ വകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് കോഴിക്കോട് തൊണ്ടയാടുള്ള സിൽക്കി വെഡ്ഡിങ്സിലേക്കാണ്. അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടാവാറുണ്ട്. നമ്മൾ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഡ്രസ്സ് കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ ഈദ് ഷോപ്പിങ്ങിനും ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത് സിൽക്കി തന്നെയാണ്. ഇന്ന് നമ്മൾ ഉച്ച കഴിഞ്ഞ് ഞാൻ ഷോപ്പിങ്ങിന് ഇറങ്ങുകയാണ്. ഇന്ന് ഫുൾ ഡേ നമ്മൾ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സിൽക്കിയിലെ കളക്ഷൻസൊക്കെ പോയി നോക്കി. നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡ്രസ്സുകളൊക്കെ നോക്കി. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. കോട്ടണിലാണെങ്കിലും മൽച്ചന്തേരി ആണെങ്കിലും ഓരോ വെറൈറ്റി ആയിട്ടുള്ള ക്ലോത്തുകളിലൊക്കെ നമുക്ക് ആവശ്യമുള്ളതുണ്ടായിരുന്നു. പിന്നെ അവരുടെ സർവീസൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഉമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ കിട്ടി. അവരെല്ലാ ഡ്രസ്സുകളും നമുക്ക് നന്നായിട്ട് കാണിച്ചു തരികയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ ഏത് ഷോപ്പിംഗ് കഴിഞ്ഞോ? നിങ്ങളൊക്കെ എവിടുന്നാണ് ഷോപ്പ് ചെയ്തെന്ന് കമൻറ്റ് ചെയ്യണേ എല്ലാവരും. നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഡ്രസ്സ് കിട്ടുമോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഇഫ്താറൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് പുറത്താണ്. നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തുനിന്നാണ് നോമ്പ് തുറക്കാനൊക്കെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ കിട്ടി. മമ്മി ട്രയൽ ചെയ്യാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ട്രയൽ ചെയ്ത് നോക്കി. നല്ല രസമുണ്ടായിരുന്ന ഒരു ഡ്രസ്സ്. അത് നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഇവിടെ. അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് ഡ്രസ്സുകൾ കിട്ടും. വലിയൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 1/2 മണിക്കൂർ കൊണ്ടാണ് ഷോപ്പിങ്ങും ഡ്രസ്സിങ്ങും ട്രയലിങ്ങും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയേക്കണേ. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ വളരെ പെട്ടെന്ന് കഴിഞ്ഞ സന്തോഷത്തിൽ നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഷോപ്പിംഗ് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് ഫുഡ് കഴിക്കാനായിട്ടാണ് പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ഫുഡായിട്ടുള്ള മന്തിയാണ് നമ്മൾ കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രെയറൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് കട്ട് ഫുഡ്സൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ മന്തി കഴിക്കാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഫുൾ ഫാമിലിയുടെ കൂടെയാണ് നമ്മൾ ഡേ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നെഹ്ദി മന്തി എന്നാണ് ഇന്ന് മന്തി കഴിച്ചിട്ടുള്ളത്. നല്ല അടിപൊളി മന്തിയാണ് അവിടുത്തെ. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമായിരുന്നു. അപ്പോൾ നമ്മളിന്ന് ഉമ്മയ്ക്ക് കുറച്ച് റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. എല്ലാ ദിവസവും പത്തിരിയും കറിയും ഉണ്ടാക്കി ഉമ്മ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇന്ന് ഉമ്മയ്ക്ക് ഫുൾ റെസ്റ്റാണ്. ഇതൊക്കെയല്ലേ നമ്മളെ ലൈഫിലൊരു സന്തോഷം ഉണ്ടാവുക. അപ്പോൾ നിങ്ങളും ഇതേപോലെ പറ്റുകയാണെങ്കിൽ ഒരു ദിവസം ഫാമിലി ആയിട്ട് പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് എക്സ്പ്ലോർ ചെയ്യുക. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നമുക്കിന്നുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് റിട്ടേൺ പോവാണ്. പക്ഷേ ഗായ്സ്, നല്ല ബ്ലോക്കാണ് ഇവിടെ. എല്ലാവരും നൈറ്റ് ലൈഫ് ആസ്വദിക്കാനായിട്ട് എത്തിയിട്ടുള്ളതാണ്. റോഡ് ഫുള്ള് ബ്ലോക്കാണ്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി എപ്പോഴാണ് വീട്ടിലെത്താമെന്ന് അറിയില്ല. അതാ നോക്കൂ, ഫുള്ള് ബ്ലോക്കാണ്. അപ്പം കുറച്ച് രാത്രിയാകുമ്പം കൂടുതൽ എല്ലാവരും പുറത്തിറങ്ങുന്ന സമയമാണ്. അപ്പോൾ നമ്മളൊന്ന് കുറച്ച് ലേറ്റ് ആവുമെന്നാണ് തോന്നുന്നത്. ജസ ഇങ്ങനെ ഉറങ്ങാനായിട്ട് നിൽക്കുന്നുണ്ട്. എൻ്റെ വ്ളോഗ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. എന്ത് മാത്രമേ ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതാ ജസ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസേനെ എവിടെയെങ്കിലും കിടത്തിയതിന് ശേഷം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എടുത്തിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. എന്ത് ക്യൂട്ടായിട്ട് ഉറങ്ങുന്നതെന്ന് നോക്കിക്കേ. ഈ മക്കളൊക്കെ ഉറങ്ങുന്നത് കാണാനായിട്ട് നല്ല രസമാണല്ലേ. ഉറങ്ങുമ്പോൾ വളരെ പാവമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്ന് കളിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം കണ്ടില്ലേ, വളരെ പാവമായിട്ട് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മൾ കുറേ പർച്ചേസ് ചെയ്ത സാധനങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് എടുത്തു വയ്ക്കാം. ഇത് നമ്മുടെ ഡ്രസ് ഷോപ്പിങ്ങിൻ്റെ കൂടെ വേറെയും കുറച്ച് ഷോപ്പിംഗ് കൂടി ഉണ്ടായിരുന്നു. കാരണം ഓരോ സാധനങ്ങളായിട്ട് ബ്രോ ഇവിടെ ഇങ്ങനെ എടുത്തു വെക്കുന്നുണ്ട്. അത് നമുക്ക് കിച്ചണിലേക്കും റൂമിലേക്കും ഒക്കെ എടുത്തു വയ്ക്കാം. നമ്മൾ ഡ്രസ്സൊക്കെ ഇതാ ഇവിടെ റെഡിയാണ്. നമ്മൾ പെരുന്നാളായിട്ട് അങ്ങോട്ട് ഇട്ടാൽ മാത്രം മതി. അപ്പോൾ എല്ലാം നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ജസമോള് പിന്നെ നമ്മൾ കുളിച്ച് മാറ്റി ഫുഡൊക്കെ കൊടുത്ത് വീണ്ടും ഉറങ്ങാൻ കിടത്തിയിരിക്കുകയാണ്. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. നമ്മൾ ഇതേപോലെ ലൈഫിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫാമിലി ആയിട്ട് പുറത്ത്